അൻവർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ്. അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അത് UDF-ന് ഒരു നിലയ്ക്കും ബാധിക്കില്ല. അൻവറിന്റെ മത്സരിക്കാനുള്ള തീരുമാനം LDF-നാണ് ബാധിക്കുക. ആ വാതിൽ ഏതാ എനിക്കറിയില്ല. ഈ തുറന്നിട്ട വാതിൽ അടച്ചിട്ട വാതിലിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം പറയാം, അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് ഞങ്ങളെ ബാധിക്കില്ല, UDF-നെ ബാധിക്കില്ല. കഴിഞ്ഞ ഏതാണ്ട് 10-15 വർഷമായിട്ട് 9 വർഷം MLA ആണ്. അതിനു മുമ്പും അദ്ദേഹം LDF-ന്റെ സഹയാത്രികരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും 10-15 വർഷക്കാലത്തെ LDF-മായി വളരെ അടുത്ത ബന്ധമുള്ള LDF MLA ആയി പ്രവർത്തിച്ച അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടോ അവിടെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് LDF-നല്ലേ ബാധിക്കുക, അത് UDF-നെ അങ്ങനെ ബാധിക്കും. ഒരേ വിഷയമാണ് ഉന്നയിക്കുന്നത്. LDF സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളാണ്. ഒരേ വിഷയം ഉന്നയിച്ച് രണ്ട് വിഭാഗവും പോകുമ്പോൾ, രണ്ട് സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ വോട്ട് വീഴും. ഞാൻ പറയട്ടെ, അതിനകത്ത് ഞങ്ങൾ അൻവറിനോട് എടുത്തൊരു സമീപനം അതായിരുന്നു. UDF കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉയർത്തിയ കാര്യങ്ങൾ, അത് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ അൻവർ ആ പാർട്ടിക്ക് അകത്തുനിന്നോട് പറഞ്ഞു, പിന്നെ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾ സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി തന്നെ നിലപാടെടുത്ത് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയുന്നു, അത് ഒരു രീതിയിലും നിലമ്പൂരിൽ UDF-ന് അത് ബാധിക്കില്ല. ശക്തമായ രീതിയിൽ ബാധിക്കുന്ന LDF-നായിരിക്കും. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ബോധ്യമാവും. എടുത്ത തീരുമാനം തെറ്റാണ്. അൻവർ യഥാർത്ഥത്തിൽ ഇത്രയും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന എന്താ? പിണറായിക്കെതിരെ പോരാട്ടം. പിണറായിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ടല്ലേ ആ പോരാട്ടത്തിന്റെ ശക്തി പകരേണ്ടത്, അതിന് കൂടുതൽ കരുത്ത് പകരേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പിണറായിക്കെതിരെ ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും, പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയെന്നാ പറയേണ്ടത്. ഞങ്ങൾക്ക് 1% പോലും ആശങ്കയില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഘടകമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. എങ്ങനെ UDF-മായി സഹകരിക്കാൻ നിന്ന് അൻവറിനെ ഇത്തരത്തിൽ തീരുമാനമെടുപ്പിച്ചത് കോൺഗ്രസിലെ ചില വ്യക്തികളുടെ താല്പര്യമെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. അത് അദ്ദേഹത്തോട് ഞങ്ങളെടുത്ത നിലപാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും, കോൺഗ്രസ് മാത്രമല്ല UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് UDF-ന്റെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ കാര്യങ്ങൾക്ക് അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തോട് യോജിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഴി നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ ഞങ്ങളെന്തിനാ ആശങ്കപ്പെടുന്നത്? അല്ല, അതിനകത്ത് അങ്ങനെ കൂട്ടിയും കുറച്ചും പറയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഇത്. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എതിരായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് എതിരായിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഞങ്ങൾ കൂടെ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കൂലേ? അത് സ്വാഭാവികം മാത്രമല്ലേ. ഞങ്ങളത് ശ്രമിച്ചു. പിന്നെ അൻവർ പൂർണ്ണമായിട്ടും UDF-ന് നിരുപാധിക പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചതല്ലേ. അപ്പൊ അദ്ദേഹം നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാനും കൂടെയുണ്ടെന്ന് UDF-നോട് പറയുന്നു. അദ്ദേഹം പാതി വഴിയിൽ വെച്ച് അദ്ദേഹം പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചോ നിങ്ങൾക്കും ബോധ്യമുള്ളതാണല്ലോ. ഞാൻ നിങ്ങളോട് പറയണോ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച്? അപ്പൊ അതുകൊണ്ട് ഞാൻ ആര്യയുടെ ഷോക്കത്തിൽ വെച്ചുകൊണ്ട് ഈ പോരാട്ടം വിജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം മത്സരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇവിടെ വോട്ട് കൂടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവിടുത്തെ വോട്ടർമാരാണ് തെളിയിക്കേണ്ടത്. അത് 19-ാം തീയതി വോട്ട് ചെയ്ത് 21-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഇവിടുത്തെ വോട്ടർമാർ തെളിയിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പറയണ്ട. അല്ല, അദ്ദേഹം ഇങ്ങോട്ട് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ്. പിന്നെ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നിരുപാധിക പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം കൂടാമെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയില്ല.